വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചോക്കോ ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. ചോക്കോ ബിസ്ക്കറ്റ് പുഡിംഗ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിംഗ് പല വേർഷനിൽ നമ്മൾ ഉണ്ടാക്കും. ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വേർഷനാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 450 ml പാല്, 1.25 കപ്പ് പാല്. പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം, 1/4 കപ്പ് കൊക്കോ പൗഡർ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഹീറ്റ് ചെയ്യാനായിട്ട്. ഇത് ഹീറ്റ് ചെയ്യാം. കൊക്കോ ഒന്ന് പാല് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അലിഞ്ഞോളും. ഇപ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കോൺഫ്ലവർ ഒക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് നന്നായിട്ട് ചൂടാകുന്ന വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല തിള വരുന്നത് വരെ, നല്ലതായിട്ട് ബോയിൽ ചെയ്യുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കായിരുന്നു. ഒരു 5 മിനിറ്റോളം അങ്ങനെ കുക്ക് ചെയ്തു. ഇപ്പം നല്ല തിക്കായി ഈ ഒരു സ്റ്റേജായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ബട്ടർ ചേർക്കാനായിട്ടുണ്ട്. 100 ഗ്രാം ബട്ടറാണ്. അതേപോലെ തന്നെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും. ഒത്തിരി ബിറ്ററായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് അല്ല ഉപയോഗിച്ചേക്കുന്നത്, ചെറിയ മധുരമുള്ള ചോക്ലേറ്റാണ്. അതിന് പകരം കോമ്പൗണ്ട് വേണേലും ഉപയോഗിക്കാം. അപ്പം ബട്ടറും ചോക്ലേറ്റും നന്നായിട്ട് മെൽറ്റ് ആവണം. ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. മാറ്റി വെക്കാം. ചോക്ലേറ്റും ബട്ടറും ഡിസോൾവ് ആവണം, നന്നായിട്ട് കൂളാവുകയും വേണം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 100 ഗ്രാം ബിസ്ക്കറ്റാണ് ചേർക്കുന്നത്. ഒരു 20 ബിസ്ക്കറ്റ്. മാറി ബിസ്ക്കറ്റാണ്, ആരോ റൂട്ട് ബിസ്ക്കറ്റാണ്. അതൊരു 20 എണ്ണം ചേർക്കാം. ചുമ്മാ ബ്രേക്ക് ചെയ്തിടാം. ഇനി ഇതിലേക്ക് ഒരു ഫ്യൂ ഡ്രോപ്സ്, ഒരു 1/4 ടീസ്പൂൺ മതിയാവും വാനില എസൻസ്. അതേപോലെ തന്നെ ഒരു നുള്ള സോൾട്ട്, പിഞ്ച് ഓഫ് സോൾട്ട്. എല്ലാ മധുരമുള്ള സാധനങ്ങൾക്കും ഒരു നുള്ള ഉപ്പ് ഇടുന്നത് നല്ല. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ലോഫ്റ്റിൻ്റെ ആണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 9/5 ആണ്. ഇവിടെ 9, ഇങ്ങോട്ട് 5, താഴോട്ടും 5 ഇഞ്ച്. ഇതിലേക്ക് ഒഴിക്കും. ഇതിന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 4-5 മണിക്കൂർ എടുക്കും. ഓവർനൈറ്റ് ആണെങ്കിൽ ബെസ്റ്റാണ്. ഫ്രിഡ്ജിലോ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിലും സെറ്റ് ആവണം. സെറ്റായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് അടുത്ത ലെയർ ഒഴിക്കുന്നത്.
നമ്മുടെ ചോക്കോ ബിസ്ക്കറ്റ് പുഡിംഗ് സെറ്റായിട്ട് ഫ്രിഡ്ജിലിരിക്കുകയാണ്. ആ സമയത്ത് അതിൻ്റെ പുറത്തൊഴിക്കാനായിട്ട് നമുക്കൊരു ചോക്ലേറ്റ് മിക്സ്ചർ ഉണ്ടാകും, സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇവിടെ 1/4 കപ്പ് ആമണ്ട്സ് ആണ് ബദാമാണ് ഉപയോഗിക്കുന്നത്. ബദാമോ ഹേസൽനട്ട് നല്ലതാണ്, കാഷ്നട്ട്സ് നല്ലതാണ്. ഏത് നട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ടോസ്റ്റഡായിട്ട് കിട്ടും. അങ്ങനെ ഉപയോഗിക്കാം. അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ ഫൈൻ ചോപ്പ് ചെയ്തു. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ എടുത്തേക്കുന്നത് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഒരു മീഡിയം സെമി സ്വീറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്നത് മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് വെക്കും. അപ്പോൾ മെൽറ്റഡ് ആയിട്ട് കിട്ടും. മൈക്രോവേവ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ പുറത്ത് ഒരു പാത്രത്തിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ 30 സെക്കൻഡോളം മൈക്രോവേവ് വെച്ചിട്ട് എടുത്തേക്കുന്നതാണ്. ചോക്ലേറ്റിൽ ഒട്ടും കട്ടയില്ലാണ്ട് ഇതേപോലെ സ്മൂത്തായിട്ട് അലിയിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് കൊക്കോ ബട്ടറോ ചേർക്കാം. 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്തു. സൺഫ്ലവർ ഓയിലാണ്. ഏതെങ്കിലും ന്യൂട്രൽ ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മേലെ ഒഴിച്ചതിന് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. അല്ല ഭയങ്കരമായിട്ട് ഹാർഡാവും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. ഈ മിക്സർ റെഡിയാണ്. ഇത് മാറ്റി വെക്കാം. ഇത് നമ്മൾ കുറേ നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം എടുക്കുകയാണ്. ഓവർനൈറ്റ് ആണ് ബെസ്റ്റ്. നമ്മൾ ആ ചോക്ലേറ്റ് സോസ് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്കോ പാച്ച്മെൻറ്റ് പേപ്പറിലേക്കോ മാറ്റാം. ഇത് കട്ട് ചെയ്ത് കാണിക്കാം. നൈഫ് ചെറുതായിട്ട് ചൂടാക്കുകയാണ്. ചോക്ലേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മുറിയാൻ പ്രയാസമാണ്. അല്ലെ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ചോക്കോ ബിസ്ക്കറ്റ് പുഡിംഗ് ഇതേപോലെയാണ് കിട്ടുക. ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ ബിസ്ക്കറ്റ്സ് കാണാം. ബിസ്ക്കറ്റിൻ്റെ ബൈറ്റ് കഴിക്കുമ്പോൾ ബിസ്ക്കറ്റിൻ്റെ ബൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. കൂടാതെ അതിൻ്റെ ഇടയ്ക്ക് നല്ല ചോക്ലേറ്റിന് നല്ലൊരു ക്രീമി ടെക്സ്ചറും കിട്ടും. അതിൻ്റെ ഔട്ടർ കൊടുത്തേക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബദാമിൻ്റെ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ബദാമിൻ്റെ ബൈറ്റും കിട്ടും. ആ ചോക്ലേറ്റിൻ്റെ ചെറിയൊരു ബിറ്റർനെസ്സും ഒക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ഒരു ഡിസേർട്ടാണ്. ഈ ഒരു ഡിസേർട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ റെസ്റ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ കുറേ സമയം എടുക്കുന്നത്, അല്ലാതെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമുള്ളൊരു ഡിസേർട്ടാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.